ഹായ് നമസ്കാരം. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഒരുപാട് പ്രവാസി സുഹൃത്തുക്കൾ കാണുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമുക്കൊരു ചെറിയ ഡയറ്റ് പ്ലാൻ പറഞ്ഞു തരാമേ. നിങ്ങൾ കുബൂസ് ആയിരിക്കുമല്ലോ മെയിൻലി രാവിലെ കഴിക്കാറുള്ളത്. എല്ലാവരും അല്ല, എന്നാലും കുറേ ഒരു ഭൂരിഭാഗം ആളുകളും അങ്ങനെയാണ്. അപ്പോൾ അത് വീറ്റ് കുബൂസ് ആക്കിയിട്ട് ഒരു 2 കുബൂസ്, പിന്നെ അതിൻ്റെ കൂടെ ദാലോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ അത് കഴിക്കുക. പിന്നെ ഒരു 2 ഹോൾ എഗ് കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ലഞ്ചിലോട്ട് വരുമ്പോൾ നമുക്കൊരു 150 ഗ്രാം റൈസ്, അതായത് ഒരു 1.5 തവി അങ്ങനെയുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു 2 തവിക്കടുത്ത്, വലുതല്ല ഒരു മീഡിയം സൈസ് തവിയാണെങ്കിൽ 150 ഗ്രാം റൈസും പിന്നെ ചിക്കൻ. നിങ്ങൾ മെസ്സിൻ്റെ ആഹാരമാണ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗ്രേവിയും കാര്യങ്ങളൊന്നും കഴിക്കണ്ട. ആ ചിക്കൻ പീസ് മാത്രം എടുത്തിട്ട് കുറച്ച് അല്ലാതുള്ള എന്തെങ്കിലും ദാലോ എന്തെങ്കിലുമൊക്കെ അതിൻ്റെ കൂടെ കിട്ടുമല്ലോ, അതുമായിട്ട് കഴിക്കുക. ചിക്കൻ പീസ് ഏകദേശം ഒരു 3-4 വലിയ കഷ്ണം തന്നെ എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മുടെ ലഞ്ചും കാര്യങ്ങളും കഴിഞ്ഞു. അതല്ല ഫിഷ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഫിഷും ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങൾ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഓയിലൊക്കെ വളരെ കുറച്ച് യൂസ് ചെയ്തുകൊണ്ട് ചിക്കനും ഫിഷും ഒക്കെ പ്രിപ്പയർ ചെയ്ത് ഇതിൻ്റെ കൂടെ കഴിക്കാം. അതിൻ്റെ ഒരു അളവെന്ന് പറയുന്നത് ഒരു 100 to 150 ഗ്രാമിനടുത്ത് കഴിക്കാൻ ശ്രമിക്കുക ഈ ചിക്കനും ഫിഷും. അപ്പോൾ നൈറ്റ് ഡിന്നറിന് നിങ്ങളൊരു 3 days മസ്റ്റായിട്ടും സാലഡ് ആക്കാൻ ശ്രമിക്കുക. അതായത് നമ്മുടെ വെജീസൊക്കെ കൂടെ കട്ട് ചെയ്തിട്ടിട്ട് എൻ്റെ അക്കൗണ്ടിൽ തന്നെ അതിൻ്റെ റെസിപ്പീസും കാര്യങ്ങളും കിടപ്പുണ്ട്. ഈ ചിക്കനൊക്കെ പുഴുങ്ങിയിട്ട് അതിനകത്ത് ആഡ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് വൈറ്റ് കടല ആഡ് ചെയ്യാം. അങ്ങനെ ഒരു 3 ദിവസമെങ്കിലും മിനിമം നമ്മുടെ സാലഡ്സ് ആക്കുക. അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ കുബൂസ് അല്ലെങ്കിൽ ചപ്പാത്തി ആണെങ്കിൽ ചപ്പാത്തി ഒരു 2 ചപ്പാത്തി, പിന്നെ അതിൻ്റെ കൂടെ ചിക്കനോ അല്ലെങ്കിൽ അത് ഓയിലിനകത്ത് ഒരുപാട് കുളിപ്പിച്ചുള്ളതല്ല, അല്ലാതുള്ള പീസുകൾ മാത്രമായിട്ട് എടുത്ത് കഴിക്കാൻ ശ്രമിക്കുക. അപ്പം ഇങ്ങനെയൊന്നും ഫോളോ ചെയ്യാൻ ശ്രമിച്ചു നോക്കുക. നമുക്ക് ഈ പുറത്തൊക്കെ ജീവിക്കുന്നവരാകുമ്പം ഇങ്ങനെ ഒരുപാട് ഓയിലും കാര്യങ്ങളൊക്കെ കഴിച്ച് നമ്മുടെ ഹെൽത്തിനെ ഒരുപാട് ബാധിക്കും. പിന്നെ ഒരു റുട്ടീനായിട്ടുള്ള ലൈഫാണല്ലോ, ജോലി റൂം അങ്ങനെയൊക്കെയുള്ള രീതിയിൽ. ഞാനും ഇതൊക്കെ ഒരു 3 കൊല്ലത്തോളം ഞാനും ഇങ്ങനെ കടന്നു വന്ന ഒരാളായതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം അതിനെപ്പറ്റി. അപ്പോൾ ഇങ്ങനെയൊന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ പ്രവാസി സുഹൃത്തുക്കൾക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓക്കെ, ബൈ, സ്റ്റേ സ്ട്രോങ്, സ്റ്റേ ഹെൽത്തി.